സൂപ്പർ ടേസ്റ്റിയായ സിമ്പിൾ ബീഫ് കറി തയ്യാറാക്കിയാലോ? എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വൃത്തിയാക്കി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി, സവാള, ഇതിനാവശ്യമായ പൊടികൾ നമുക്ക് ചൂടാക്കി വേണം ചേർക്കാൻ. അപ്പം ഫ്രൈ പാൻ എടുത്ത് സ്റ്റൗവിൽ വയ്ക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പച്ചമണമെല്ലാം മാറി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്, ഒരൽപ്പം വെളിച്ചെണ്ണ. ഇതൊന്ന് നന്നായി കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം. ആ മസാലയും ഉപ്പും എല്ലാം കൂടെ ആ ബീഫിലേക്ക് നന്നായി സിങ്ക് ആകുന്നത് വരെ കൈകൊണ്ട് നന്നായി തിരുമ്മുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവും ഉപ്പും എല്ലാം പാകമാണ്. അപ്പം നമുക്കിനി സ്റ്റൗവിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം എത്ര വിസിലടിക്കണം എന്നുള്ളത് ബീഫിൻ്റെ ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു 10 വിസിലടിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 10ാമത്തെ വിസിൽ ആയി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ഇതിൻ്റെ ആവി നന്നായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ പോയി നമുക്കിനി ഇത് കണ്ടില്ലേ, ആവി പോയി. നമുക്കിത് തുറന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു മസാലയുടെയും ആ ഒരു എന്താ പറയുക, നല്ലൊരു മണമാണ് വരുന്നത്. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മൾ ചൂടാക്കിയാണ് മല്ലിയൊക്കെ ചേർത്തത്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. വെന്തോന്നൊന്ന് നോക്കാം. അങ്ങനെ ബീഫ് 10ാമത്തെ വിസിലിൽ നമുക്ക് പെർഫെക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് നേരവും കൂടെ നമുക്കിത് ഒന്ന് തീയിൽ വയ്ക്കാം. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ കുറുകും. ഇപ്പോൾ കറക്റ്റായിട്ട് കുറുകിയിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടി തിക്കായി. അപ്പോൾ നമുക്കിനി ഇത് കടുക് പൊട്ടിക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയും കപ്പയുടെയും ചക്കയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. ചപ്പാത്തി ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പുട്ട് ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്കൊരല്പം മല്ലിയിലയും കൂടി മുകളിൽ വിതറി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്